ഹലോ ഹലോ, ഞാനിന്ന് ഞങ്ങളുടെ ടൗൺ സെൻറ്റർ കാണിച്ചു തരാം. നോർത്ത് ഹാംപ്ടൺ ടൗൺ സെൻറ്റർ. കുറച്ച് അവരെന്തൊക്കെയോ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് എന്തൊക്കെയോ വലിയ സെറ്റപ്പ് ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഏരിയകൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഞങ്ങൾ നൈറ്റൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങും. ഞങ്ങൾ കസിനോയിൽ പോകും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്ന് ഗെയിം കളിക്കുന്നതൊക്കെ. ഇവിടെ വന്ന് ഞങ്ങൾക്ക് തന്നെ ക്യാഷൊക്കെ കിട്ടും കേട്ടോ. എൻ്റെ അന്ന് എപ്പോഴൊന്നും കിട്ടില്ല, മിക്ക സമയത്ത് പോക്കായിരിക്കും. അതിന് പലപ്പോഴൊക്കെ കിട്ടും. കണ്ടിട്ടുണ്ടോ, ഇവിടെയാണ് ഞങ്ങളുടെ മെയിൻ വിഹാര കേന്ദ്രം. ഇതിൻ്റെ അകത്ത് ചെന്ന് നമുക്ക് എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കാം. ഇതിൽ കുറേ മെഷീൻ ഗെയിംസ് ആണ് കൂടുതൽ, അല്ലാതെ മറ്റേ ഡീലർ എന്നിട്ടുള്ള പരിപാടിയൊന്നുമില്ല. കൂടുതൽ മെഷീൻ ഗെയിംസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും ഫണ്ട് കിട്ടുമൊന്നുമില്ല, മിക്ക സമയത്തും പോക്കാണ്. എന്നാലും ചില സമയത്തൊക്കെ ഞങ്ങൾ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് പൈസ കിട്ടാറുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു ദിവസമൊക്കെ ഞാൻ 2 പൗണ്ടൊക്കെ ഇട്ട് എനിക്ക് 40-60 പൗണ്ടൊക്കെ കിട്ടി. 40 പൗണ്ടോ 60 പൗണ്ടൊക്കെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനത് പോയില്ല. നമ്മളെപ്പോഴും പോയി കഴിഞ്ഞാൽ അഡിക്റ്റായി പോകുമെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ പോയില്ല. കാര്യം പറഞ്ഞാൽ അന്ന് കുറേ കാശ് കിട്ടിയതായിരുന്നു. അതേപോലെ പിന്നെ അതിൻ്റെ അകത്ത് ചോക്ലേറ്റ്, ഡ്രിങ്ക്സ് ഇതൊക്കെ ഫ്രീ ആട്ടോ. ഞങ്ങളവിടെ പോയിട്ട് 2 പൗണ്ട് ഇട്ടിട്ട് ഞങ്ങൾ ഗെയിം കളിച്ചിട്ട് ഞങ്ങൾ 10 പൗണ്ടിൻ്റെ കാപ്പിയും ഡ്രിങ്കും ഇതൊക്കെ ആയിട്ട് കഴിച്ച് ചോക്ലേറ്റൊക്കെ കഴിച്ചങ്ങ് തീർക്കുന്നത്. നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ, നമ്മൾ മുതലാക്കിയിട്ട് ഇറങ്ങി വരാൻ മതി. അവർ ഫ്രീ ആയിട്ട് തരുന്ന ഫ്രീബീസ് തരുന്നത് നമ്മൾ എൻജോയ് ചെയ്യുക മാക്സിമം. ഇവിടെ മോനെ ഇത് ഉണ്ടോ, ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ അപ്ഗ്രഡേഷൻ്റെ സ്കെയിലിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടന്നുകൊണ്ട് നല്ല രസമായിരുന്നു ഇതിൻ്റെ അകത്തേക്ക്. ബട്ട് പോയി. ഇതൊക്കെ ഇനി വർക്കൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായി കഴിയുമ്പോൾ നല്ല രസം ഉണ്ടാവുമായിരിക്കും. ഇത് മാർക്കറ്റ് സ്ക്വയർ. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് സ്ക്വയർ. ഇത് കുറച്ചാൾ മുമ്പ് ഇതൊക്കെ അടച്ചു പൂട്ടിയിട്ടൊക്കെ പറഞ്ഞു. ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ അടച്ചു പറഞ്ഞു. ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ചായിട്ടുള്ളൂ. ഈ സ്റ്റോറുകളും ഇതൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രി കണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. ഇപ്പോൾ ഞാൻ കാറൊക്കെ എടുത്തേ പിന്നെ ഞാനങ്ങനെ ഇങ്ങോട്ടൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്, വർക്കിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരലുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഇപ്പം വരില്ല. ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കും. ഇത് ഈ വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കുറച്ച് ആളായുള്ളൂ ഇവിടെ വന്നിട്ട്. ഇത് ഇങ്ങനെ രസമായിട്ട് കണ്ടു കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടോ? ഇത് നോക്കും, തലയൊക്കെ നനച്ച് കളിക്കുന്നു. രസമാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇവിടെ ഇങ്ങനെ സ്റ്റോറുകളൊക്കെ ഇതിന് കിട്ടും കേട്ടോ. കൗൺസിലിൽ പോയി ഈ കാണുന്ന സ്റ്റോറൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്നത് ഇതൊക്കെ അടച്ചിട്ടൊക്കെയാണ്. ആരെങ്കിലും എടുത്തോന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയോ എടുത്തു, എന്ത് പേരൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എടുത്തോന്നറിയില്ല. അപ്പോൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗൺസിലിൽ പോയിട്ട് നമ്മൾ എന്ത് ബിസിനസ്സാണ് നടത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർ ഡേ ബേസിസിൽ റെൻറ്റിനൊക്കെ കിട്ടും. അത് അങ്ങനെ ആ സ്റ്റോറുകളൊക്കെ പല ടൈപ്പ് സ്റ്റോറുകളുണ്ട്. അതിൽ ഏതാണോ നമുക്ക് വേണ്ടത് ആ രീതിയിൽ നമുക്ക് റെൻറ്റിനൊക്കെ തരും. അങ്ങനെയൊക്കെയാണ് അറിഞ്ഞത്. ഞാൻ പ്രാവശ്യമൊക്കെ അന്വേഷിച്ച് പോയതായിരുന്നു. ഇവിടുത്തെ കുഞ്ഞി മാളെന്നൊക്കെ പറയാം. ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ മുതൽ ഇവിടെ ഏറ്റവും വില കുറച്ച് എവിടെ നിന്നാണ് മേടിക്കാൻ കിട്ടുന്നത്, ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റുന്നതെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവരും റെഫർ ചെയ്ത സ്ഥലമാണ് ഇവിടുത്തെ മെയിൻ പ്രൈമാർക്കിൽ നിന്നാണ് ഏറ്റവും വില കുറച്ച് കിട്ടുന്നത് എന്നാണ് പൊതുവേ ഉള്ളൊരു പറച്ചിൽ. അതുകൊണ്ട് നമ്മൾ വന്ന കാലങ്ങളിൽ എപ്പോഴും പ്രൈമാർക്കിൽ നിന്നായിരുന്നു ഡ്രസ്സ് എടുക്കൽ. ഇപ്പോൾ ഞാനങ്ങനെ ഒരുപാട് എടുക്കലൊന്നുമില്ല. പക്ഷെ വന്ന സമയത്ത് നമ്മൾ ഒരുപാട് എടുക്കുന്ന ഇവിടെ നിന്നായിരുന്നു. മിക്കവാറും ഈ പ്രൈമാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മലയാളികളെ കാണാം.
കാരണം നമ്മുടെ ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒരുപാട് പേര് ഞാൻ ഇവിടെ എപ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലുമൊക്കെ കണ്ട് കണ്ടിട്ടുണ്ടാവും. ഇതാണ് പ്രൈമാർക്ക്. ഇത് നമ്മൾ കയറുമ്പോൾ ഇത് ലേഡീസ് സെക്ഷനാണ്. കാരണം എല്ലാ സ്റ്റോറിൻ്റെ അതെ താഴത്തെ സെക്ഷൻ ഫുള്ള് ലേഡീസിൻ്റെ ആയിരിക്കും. ലേഡീസിന് ഒരുപാട് സാധനങ്ങളാണ്. ഇവിടെയാണ് ജെൻസിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോറാണ്. ഈ ഫ്ലോറിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു സൈഡ് മൊത്തം കിഡ്സിൻ്റെ സെക്ഷനായിരിക്കും, ഈ സൈഡ് ബോയ്സിൻ്റെ സെക്ഷൻ. ഇതും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അങ്ങ് മൂലൊക്കെ ആർക്കും വേണ്ടാത്തതുപോലെ ജെൻസിൻ്റെ സെക്ഷനാണ്. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് അപ്പുറത്തേക്കും ഇവിടെ നിന്ന് അപ്പുറത്തേക്കും ഇത്രയാണ് ജെൻസിൻ്റെ സെക്ഷനുള്ളത് ഇവിടെ. ഞാനിത് ഈ സ്റ്റോറി മാത്രമല്ല എല്ലാ സ്റ്റോറിലും കണ്ടേക്കുന്ന സംഭവമാണ്. ജെൻസിൻ്റെ സെക്ഷൻ വളരെ കുഞ്ഞിതായിരിക്കും, കുറച്ചേ ഉണ്ടാവുള്ളൂ. നമ്മുടെ അതിനുള്ള കളക്ഷനും വളരെ കുറവായിരിക്കും, ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെയൊക്കെ ഒരു കളർ വേരിയൻസ് നോക്ക്, എല്ലാത്തിൻ്റെയും കളർ നോക്കുക. ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് കളറുകളാണ് ഇത്. നമ്മുടെ നാട്ടിലുള്ള പോലെ ഭയങ്കര കളർഫുള്ളായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. ഒരു ടൈപ്പ് ഓഫ് കളേഴ്സ് ഉണ്ട്, ഒരു പെയിൽ കളേഴ്സാണ് കൂടുതൽ. അതും ചെറുതായിട്ട് ഒരു റെഡിഷ് ഇതേപോലത്തെ കുറച്ച് കളറുകളുണ്ട്. ഇത് കളറൊക്കെ ഉള്ളൂ. നമുക്ക് ഭയങ്കര സെലക്ഷൻ കുറവാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യണമായിരുന്നു, നമ്മുടെ ഒരു പാകിസ്ഥാനി ഫ്രണ്ടിനെ കണ്ടു. ഉള്ളെടുത്ത് വർത്തമാനം പറഞ്ഞിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കാണാം. കുടിയിലും മുമ്പിൽ നല്ല സ്റ്റൈലായിട്ട് ലിഫ്റ്റ് കയറി പോകും, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് അടുത്ത സ്റ്റോറി പോകാം. ഈ സ്റ്റോറിൽ അങ്ങനെ വലിയ ഈ പ്രൈമാർക്കിൽ ജെൻസിന് വലിയ കളക്ഷനൊന്നുമില്ല, ഒരു രസമില്ല. ഞാനിപ്പോൾ അതുകൊണ്ട് റിവറിൻ്റെ പോയേക്കാം, നമ്മുടെ മെയിൻ ഏരിയ. അവിടെ ഇച്ചിരി കോസ്റ്റ്ലിയാണ്, ഇച്ചിരി കാശ് കൂടുതലാണ്. നമുക്ക് പോയേക്കാം പ്ലീസ്. ഇവിടെ ഒരു വെറൈറ്റി, എല്ലാത്തിനും കളറൊക്കെ ഒന്ന് തന്നെ, ഒരു വെറൈറ്റി സെറ്റപ്പിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഓവർ സൈസിൽ ഇതൊക്കെ എത്ര ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അവിടെ 10ഉം 12ഉം പൗണ്ടിന് കിട്ടും, ഇവിടെ 32 പൗണ്ടാവും ഒരെണ്ണത്തിന്. ഇച്ചിരി കോസ്റ്റ്ലിയാണ്. എനിക്കാണെങ്കിൽ കുറച്ച് ഡ്രസ്സ് എടുക്കണം എന്തായാലും. ഇത് കൊള്ളായിരുന്നു, രസമുണ്ടായിരുന്നു കാണാൻ. $42 ഉണ്ട്. ഇവരുടെ തന്നെ കുറേ ഷൂസ് കാര്യങ്ങളൊക്കെയാണിത്. ഇത് നല്ല ടെക്സ്ചറുള്ളതാണല്ലോ, നല്ല രസമുള്ളതാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറേ ഉണ്ടല്ലോ, കുറേ വെള്ളം. ഇത് സ്മോളാണ് എനിക്ക് പറ്റിയത് കാര്യം. ഞാൻ മിക്കവാറും ഇത് ഒരെണ്ണം എടുക്കും. ഇത് മിക്കവാറും എൻ്റെ സൈസ് കാണുകയില്ല, അത് വേറെ പോയിൻ്റ്. സ്മോളാണല്ലോ, ഓക്കെ, നമുക്ക് ഇതെടുക്കാം. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളുള്ള ഒരു സെറ്റ് ഓഫ് സാധനം ഞാൻ എടുത്തിരിക്കുന്നു. ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കണം, എന്നിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നതാണ്. ഇതൊക്കെ ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ എടുത്തുകൊണ്ടിരുന്ന ആഭരണങ്ങൾ, ചെയിന്, പിന്നെ കയ്യിലിടുന്ന റിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നടന്നിരിക്കൊണ്ടിരുന്നു. ഇത് വരണം,
ഇത് അടുത്ത് എന്ത് ക്ലൗ, ഇത് അടുത്ത ഷർട്ട്, പിന്നെ നിക്കർ, ഇതുണ്ടല്ലോ നിക്കർ. ഇത് ഞാൻ വോൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് പടം കണ്ടപ്പോൾ മുതൽ നോക്കിയിരിക്കുന്ന സാധനം. എനിക്കിപ്പോഴാണ് അത് കിട്ടിയത്. യെസ്, ഇത് ഞാൻ എടുക്കാൻ പോകാം. അങ്ങനെ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. പഴയ പോലെ നമ്മളിതൊക്കെ അങ്ങ് മേടിക്കാൻ പോവാം. ഒന്ന് നോക്കണം. അങ്ങനെ ഞാൻ മേടിച്ചു. ഇനി എൻ്റെ ഒപ്പം വന്ന വേറെ കുറച്ച് ടീമുകളുണ്ട്. അവർ വേറെ എന്തൊക്കെയോ മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയേക്കാം. അവരെവിടെയെന്ന് അറിയത്തില്ല. ഞാനപ്പോൾ മേടിച്ചു കഴിഞ്ഞു. പിന്നെ പെമ്പിള്ളേരായതുകൊണ്ട് ഇവരെപ്പോൾ ഇറങ്ങി വരും എന്നുള്ള കാര്യത്തിന് ഒരു തീരുമാനമില്ല. അയ്യോ, ഈ പ്രൈമാർക്കിലാണ് അവർ കയറിയേക്കുന്നത്. ഈ പ്രൈമാർക്കിൽ നിന്ന് ഇറങ്ങി വരലുണ്ടല്ലോ, ഒരു ടാസ്ക്കാണ്. ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നു. അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് ആദ്യമായിട്ട് പെമ്പിള്ളേർ പുറത്തിറങ്ങി. ആദ്യം പെമ്പിള്ളേർ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി പ്രൈമാർക്കിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോയി വേറെ ഏതോ ഷോപ്പിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഞാനാണ് ഇപ്പോൾ ലേറ്റായി പോയത്. ടൗൺ സെൻറ്റർ വളരെ ചെറുതാണ്, നമുക്ക് വേഗം കവർ ചെയ്ത് കഴിയാം. ഒരുപാടൊന്നുമില്ല. ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ സംഭവം. പിന്നെ അവിടുത്തെ ബസ് സ്റ്റാൻഡുണ്ട്, പിന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട്. അതൊക്കെ ഇതിൽ മാറ്റർ അല്ലാത്ത കാര്യമുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല.